ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യത്തെ എൻ്റെ യാത്ര ചൈന, ഹോങ്കോങ്, മക്കാവു ആണ്. അങ്ങനെ ഞങ്ങൾ ചൈനയിൽ എത്തിയിട്ടുണ്ട്. സിംഗപ്പൂർ വഴിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. സിംഗപ്പൂർ എയർലൈൻസിന് ചൈനയിലെ ബീജിങ്ങിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമായി ഇന്ന് ഞങ്ങളുടെ യാത്ര ചൈനയിലെ വൻമതിൽ കാണാനാണ് ആദ്യം ഞങ്ങൾ പോകുന്നത്. അങ്ങോട്ടുള്ള യാത്രയിലാണിപ്പോൾ. മുംബൈ, കർണാടക, ആന്ധ്രാപ്രദേശ്, കേരളം ഇവിടെ നിന്നുള്ള മലയാളികൾ ഉൾപ്പെടുന്ന 25 പേർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ യാത്രയിലുള്ളത്. വളരെ മനോഹരമായ ഒരു ടീമാണ്. ബീജിങ്ങിൽ ഞങ്ങൾ താമസിക്കുന്ന മെട്രോ പാർക്ക് ഹോട്ടലിൻ്റെ മുൻവശത്തുള്ള സ്ട്രീറ്റിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. കുറേയധികം കടകളുണ്ട്. കൂടുതലും ഫുഡ് കോർട്ടുകളാണ് ഉള്ളത്. ഫുഡ് ഐറ്റംസ് മാത്രം വിൽക്കുന്നത്. മറ്റ് പല സാധനങ്ങളും നോക്കിയിട്ട് അവിടെ കിട്ടിയില്ല. കൂടുതലും ഫുഡ് ഐറ്റംസ് വിൽക്കുന്ന കടയാണ് ഇവിടെ ഉള്ളത്. ഇന്ന് ചെറിയ മഴയുണ്ട്. ഈ മഴയത്താണ് നമ്മൾ ഗ്രേറ്റ് വാൾ കയറാൻ പോകുന്നത്. പക്ഷേ കയറി കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴാണ് ഈ മഴയത്ത് ഇവിടുത്തെ തണുപ്പിൻ്റെ ആധിക്യം മനസ്സിലായത്. കൈകളൊക്കെ മരച്ചു കോച്ചിപ്പോവും. കൈവിരലുകൾ ഉപയോഗിച്ച് നമുക്കൊന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലാകും. അങ്ങനെയായി ഞങ്ങൾ ഹാളിൻ്റെ മുകളിലേക്ക് എത്തിയപ്പോഴത്തേക്കും മംഗോളിയക്കാരനായ ചിൻ എന്ന ടൂറിസ്റ്റ് ഗൈഡ് ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള യാത്രയിൽ കാര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ പറഞ്ഞു തന്നു. വൻമതിലിൻ്റെ by the population in 1990s 32 kilometers and the third ring road is about 50 kilometers. ഞങ്ങളുടെ കൂടെയുള്ള പാട്ടുകാരനായ ഫാദർ തോമസ് ആൻ്റണിയുടെ ഭക്തിഗാനത്തോടു കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നല്ലൊരു പാട്ടുകാരനും മ്യൂസീഷ്യനുമാണ്. അങ്ങനെ ഞങ്ങൾ മുട്ടിയാങ്ങിൽ എത്തിയിട്ടുണ്ട് ഗ്രേറ്റ് വാൾ കാണാനായിട്ട്. ചെറിയ മഴയുണ്ട്. ഇപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു ഞങ്ങൾ വന്ന വഴിക്കൊക്കെ. ഇപ്പോൾ ചാറ്റ മഴയായുള്ളൂ. മഴയുടെ ഒരു അസ്വസ്ഥതയുണ്ട്. പക്ഷേ ആൾക്കാർ വരുന്നുണ്ട് ഇഷ്ടം പോലെ കേട്ടോ. നിറയെ ആൾക്കാരെ നമുക്കിവിടെ കാണാം. ഇവിടെ പാർക്കിംഗ് ഏരിയ, പുറത്തെല്ലാം വാഹനങ്ങൾ ധാരാളമുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കൾ. ഈ മുട്ടിയാങ്ങി ഏരിയയിലാണ് ഗ്രേറ്റ് വാൾ കാണാൻ കയറുന്നതിൽ കൂടുതൽ പേരും വരുന്നത്. കാരണം ഈ ഭാഗത്തുള്ള ഗ്രേറ്റ് വാളിൻ്റെ ഭാഗമാണ് പഴമയിൽ തന്നെ കാണാൻ പറ്റുന്ന സ്ഥലം. ഗ്രേറ്റ് വാളിൻ്റെ പല ഭാഗവും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് കാരണം അതിന് പുതുമയ തോന്നും. പഴയ രീതി കാണേണ്ടതിന് വേണ്ടി ആൾക്കാർ കൂടുതലും വരുന്നത് ഈ മുട്ടിയാങ് ഏരിയയിലാണ്. നമ്മൾ ഇവിടുന്ന് ഒരു കേബിൾ കാറിനാണ് മുകളിലേക്ക് പോകുന്നത്. മുട്ടിയാനിയു 现景区实行全网售票，建议您扫描官方二维码网络购票。കേബിൾ കാറിലേക്ക് നമുക്ക് ഇവിടെ കിടക്കുന്ന ഈ ബസ്സിൽ വേണം പോവാൻ. ഇവിടുന്ന് ബസ്സിൽ പോയിട്ട് കേബിൾ കാർ കയറിയിട്ട് വേണം മേളിൽ പിന്നെ നമ്മൾ വൻമതിലിലേക്ക് പോകാൻ. ഇവിടെ നമ്മൾ പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് വേണം കയറാൻ. വേറെ ടിക്കറ്റ് ഒന്നും വേണം. പാസ്പോർട്ട് സ്കാൻ ചെയ്ത് കയറാം. ബസ്സിൽ ഫ്രീ ആണെന്ന് തോന്നുന്നു. ഹായ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ ഭാഷകൾ നമുക്ക് കേൾക്കാൻ കഴിയും. ബസ്സിൽ വന്ന് ഇറങ്ങിയാലും കുറച്ച് കയറ്റം കയറിയതാണ്. ഇങ്ങനെ മുകളിലേക്ക് നടക്കണം. അവിടെയാണ് കേബിൾ കാർ കയറാനുള്ള പോയിന്റ്. മഴയായതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ എല്ലാം ഒരു ശൂന്യത. ഇവരെല്ലാം നട്ട് അടച്ചിട്ടേക്കണം. അങ്ങനെ നടന്ന് അവസാനം കേബിൾ കാറിൻ്റെ അവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് കുറേ മുകളിലേക്ക് പോവുക. അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും കുറച്ച് നടന്ന് മതിലെത്തുക. കേറിക്കോ ഒരാളോട് ബാലൻസ് ചെയ്തിട്ട്
അകത്ത് കാലിട്ട് അകത്തോട്ട് അല്ല അങ്ങനെ ഗ്രേറ്റ് വാളിലേക്കുള്ള ഞങ്ങളുടെ യാത്ര കേബിൾ കാറിൽ കൂടെ ആരംഭിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഫോട്ടോ എടുക്കട്ടാ ചേച്ചി ഒന്ന് സ്മൈലാക്കി. ചൈനയിലെ ആദ്യത്തെ ചക്രവർത്തിയായ ക്വിൻ ഷീഷു ഹുവാങ് വസന്തകാലത്തും ശരത്കാലത്തും വിവിധ സംസ്ഥാനങ്ങൾ നിർമ്മിച്ച കോട്ടകളെ പുതുതായി സ്ഥാപിതമായ ക്വിൻ രാജവംശത്തെ ഇന്നർ ഏഷ്യയിൽ നിന്നുള്ള നാടോടികളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് ബന്ധിപ്പിച്ചതോടെയാണ് ഈ ചൈനയിലെ വൻമതിലിൻ്റെ ചരിത്രം ആരംഭിച്ചത്. ചുവരുകൾ മണ്ണിൽ ഇടിച്ചു നിരത്തി നിർബന്ധിത തൊഴിലാളികൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. BC 2012 ആയപ്പോഴത്തേക്കും ഗാൻസുവിൽ നിന്ന് തെക്കൻ മഞ്ചൂറിയുടെ തീരത്തേക്ക് വരെ ഇത് നീണ്ടു. പിൽക്കാല രാജവംശങ്ങൾ വടക്കൻ അതിർത്തി പ്രതിരോധത്തിന് വ്യത്യസ്ത നയങ്ങൾ സ്വീകരിച്ചു. ഹാൻ, ക്വി, ജിൻ, മിങ് ഇവരൊക്കെ മതിലുകൾ പുനർനിർമ്മിക്കുന്നതിന് വികസിപ്പിക്കുകയും ചെയ്തതിൽ ഉൾപ്പെടുന്നുണ്ട്. ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിലെത്തി. ചൈനയിലെ വൻമതിൽ പുറകെ കാണുന്നു. മതിലിൻ്റെ ഒരു ഭാഗം മുട്ടിയാങ് എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതായത് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ തന്നെ ചൈനയിലെ വൻമതിലിൻ്റെ പഴമയിൽ തന്നെ അതിനെ കാണാൻ പറ്റുന്ന ഒരു ഭാഗം ഇതാണ്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പലയിടത്തും പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. പലയിടത്തും പിന്നീട് പുനരുദ്ധാരണം നടത്തി പുതുമ തോന്നുന്നുണ്ട്. ഇവിടെയാണ് കൂടുതലും ആ പഴമയിൽ തന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് മതിലിലേക്കൊന്ന് കയറാം. എൻ്റെ ആൾക്കാരെല്ലാം കയറിക്കൊണ്ടിരിക്കുക. കയറിയിട്ട് വരാമേ. കയറുക. അങ്ങനെ ചൈനയിലെ വൻമതിലിൽ കാല് കുത്തിയിരിക്കുകയാണ്. 1000-ലധികം കിലോമീറ്ററുകൾ നീളമുള്ള പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷിയായ, ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇടം പിടിച്ച, മാത്രമല്ല ചന്ദ്രനിൽ നിന്ന് മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഭൂമിയിലെ ഏക നിർമ്മിതി എന്ന് അവകാശപ്പെടുന്ന ചൈനയിലെ വൻമതിലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പല രാജവംശങ്ങളുടെയും കഥ പറയാനുണ്ട് ഈ ചൈനയിലെ വൻമതിലിന്. മഴയോടൊപ്പം തന്നെ നല്ല കാറ്റുമുണ്ട്. അതുകൊണ്ട് നന്നായി തണുക്കുന്നുമുണ്ട്. ആവശ്യമായ നല്ല ഒരു ജാക്കറ്റോ സ്വെറ്ററോ ഞാൻ കൊണ്ടുവന്നില്ല. ഇത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ നന്നായി കൈയൊക്കെ മരച്ചൊരു പരുവത്തിലായി. ഇപ്പം തന്നെ നല്ല തണുപ്പുണ്ട് ഇവിടെ. മതിലിൻ്റെ മേളിലാണിപ്പോൾ. തണുത്തിട്ട് കൈയൊക്കെ ഭയങ്കരമായിട്ട് വരച്ചിരിക്കുക. ഒരു രക്ഷയില്ല. ഇല്ല, അതിലിച്ചിരി നടന്നിട്ട് വരാം. ഇങ്ങനെ മതിലുകൾ കിലോമീറ്ററുകൾ ഇങ്ങനെ ഈ കാണുന്ന മലനിരകൾ കടന്ന് ഇങ്ങനെ പോവുകയാണ്. താഴെ വരെ പോയിട്ടേ ഉള്ളൂ. അതിൽ വന്നതല്ലേ. The number 14 watchtower. നല്ല കാറ്റ്. ഇത് വാച്ച് ടവറാണ്. ഇതിനകത്ത് നിൽക്കുക. ഇതിന് പുറത്തേക്ക് ഇറങ്ങുന്ന എവിടെ നോക്കി. ഹാൻ രാജവംശം കോട്ടകൾ പടിഞ്ഞാറോട്ട് കൂടുതൽ ദൂരം വികസിപ്പിച്ചു. ക്വി ഏകദേശം 1600 കിലോമീറ്റർ പുതിയ മതിലുകൾ നിർമ്മിച്ചു. അതേസമയം സുയി അവരുടെ മതിൽ നിർമ്മാണങ്ങൾ ശ്രമങ്ങളിൽ 1 ദശലക്ഷത്തിലധികം ആളുകളെ അണിനിരത്തി. നേരെ മറിച്ച് ടാങ്, സാങ്, യുവാൻ, ക്വിങ് എന്നിവർ അതിർത്തി മതിലുകൾ നിർമ്മിച്ചില്ല. സൂക്ഷിച്ചിറങ്ങിയില്ല. തെന്നുന്ന കല്ല് ചിലപ്പം തെന്നും. കുറേ ഗ്ലേസ്ഡ് കല്ലുണ്ട്. ആൾക്കാർ നടന്നാണെന്നാണ് തോന്നുന്നു. നമ്മൾ താണ്ട താഴെ നിന്നാണ് ആ ബസ് കിടക്കുന്നുണ്ട്. താഴെ കാറ്റ്, മഴ, തണുപ്പ്.
ഒരു ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ എന്താ പാടാന്ന് നോക്ക്. ആക്രമണങ്ങൾക്കെതിരായ ഒരു ഉപയോഗപ്രദമായ പ്രതിരോധമാണെങ്കിലും ചരിത്രത്തിലുടനീളം പല ഘട്ടങ്ങളിലും വൻമതിൽ ശത്രുക്കളെ തടയുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. 1644 കിങ് സൈന്യം ഷാൻഹായ് ചുരത്തിൻ്റെ കവാടങ്ങളിലൂടെ മാർച്ച് ചെയ്യുകയും ഏറ്റവും ശക്തരായ മതൽ നിർമ്മാണ രാജവംശങ്ങളായ മിങ് രാജവംശത്തെ ചൈനയുടെ ഭരണാധികാരികളായി മാറ്റി സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ ഉൾപ്പെടെ ഇന്ന് കാണപ്പെടുന്ന ചൈനയിലെ വൻമതിൽ പ്രധാനമായും മിങ് രാജവംശത്തിൻ്റെ കാലത്താണ്. കാരണം അവർ മതിലിൻ്റെ ഭൂരിഭാഗവും കല്ലിലും ഇഷ്ടികയിലും പുനർനിർമ്മിച്ച് പലപ്പോഴും വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രകൃതിയിലൂടെ അതിൻ്റെ രേഖ വികസിപ്പിച്ച് ചില ഭാഗങ്ങൾ താരതമ്യേന നല്ല നിലയിലാണ് അല്ലെങ്കിൽ പുതുക്കി പണിതിട്ടുണ്ട്. മറ്റുള്ളവ പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളാൽ കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അവയുടെ നിർമ്മാണ സാമഗ്രികൾക്കായി പൊളിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ കാലത്തിൻ്റെ കെടുതികൾ കാരണം പലതും നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അടപ്പൊരു പ്രശ്നമല്ല, ഈ മഴയാണ് ഒരു പ്രശ്നം. ഇറങ്ങി വരുന്നേ ഉള്ളൂ അല്ലേ? ഞാൻ അവിടെ വരെ ഉള്ളൂ, താഴോട്ട് ഇറങ്ങിയില്ല. അവിടെ ഇറങ്ങാം. ഇതിങ്ങനെ പോവല്ലേ, കിടക്കല്ലേ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ മുമ്പ് നമ്മൾ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇപ്പോൾ ഈ നടന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഇടയ്ക്ക് കുറച്ചു കഴിയുമ്പോൾ ഒരു വാച്ച് ടവർ ഉണ്ട്. ഇത് കുറച്ചുകൂടെ വേറെ വ്യത്യസ്ത രീതിയിലുള്ള ചെറുതാണ്. മുമ്പേ കണ്ട വാച്ച് ടവർ കുറേയേറെ വിസ്തൃതിയുള്ളതായിരുന്നു. ഇത് ചെറുതാണ്. ഇവിടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കാണ്. ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. ആൾക്കാർ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ നിന്നൊന്നും മാറുന്നില്ല. ഇവിടെ എല്ലാം എന്തുണ്ട്, എല്ലാവരും വരുന്നവരൊക്കെ സൈൻ ചെയ്യുന്ന ഒരു തുണി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലെല്ലാവരും വരുന്നവർ സൈൻ ചെയ്തിട്ടുണ്ട് പല രാജ്യത്ത്. പക്ഷേ എനിക്കൊന്നും സൈൻ ചെയ്യാൻ ഒത്തില്ല, ഞാനത് മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയുമായി ചാനലിലെ വിശേഷങ്ങളായി ഉടൻ തന്നെ വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചാനൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം. താങ്ക്